ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. ഡൽഹിയിലാണ് പുള്ളി വന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇരു കൈകളും വിടർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തു, കെട്ടിപ്പിടിച്ചു. സഹോദരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വളരെ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചത്. കാരണം ഖത്തറിൽ പോകുമ്പോഴും പ്രധാനമന്ത്രിക്ക് അത്തരത്തിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പല പല എന്താണ് കുശലങ്ങളും പറഞ്ഞു. നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹത്തിനെ തലോടുന്നു, ആലിംഗനം ചെയ്യുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. അത് അവസാനം അദ്ദേഹത്തിനെ വണ്ടിയിൽ കയറ്റി യാത്രയാക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് ചർച്ച നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തിനാണ് ഖത്തർ അമീർ ഇവിടെ വന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റാണ്. 11 ലക്ഷം കോടിയാണ് അസംസ്കൃത എണ്ണ നമ്മൾ വാങ്ങിക്കുന്നതിലൂടെ മറ്റുള്ള രാജ്യങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത് നമ്മുടെ റഷ്യയാണ്. അപ്പോൾ ട്രംപ് ഇന്ത്യയെ ഇപ്പോൾ വിടാതെ പിടിച്ചിരിക്കുന്നത് ട്രംപിന് ആ ഒരു വിപണിയിൽ ഒരു കണ്ണുണ്ട്. 11 ലക്ഷം കോടി, അതായത് ഏത് പാവപ്പെട്ട രാജ്യത്തെയും സമ്പന്നമാക്കാവുന്ന അത്രയും തുകയ്ക്കാണ് നമ്മൾ എണ്ണ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഖത്തറുമായിട്ട് 45 വർഷത്തെ ഒരു കരാറുണ്ടായിരുന്നു. ഈ 45 വർഷത്തെ കരാറ് ഇനി 5 വർഷം കൂടെ മതി എന്നുള്ള ചുരുക്കാനുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട്. ഇത് കേട്ടിട്ടാണ് നമ്മുടെ ഖത്തർ അമീർ മുണ്ടും തുണിയില്ലാതെ ഓടി ഇങ്ങെത്തിയത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്ന് അറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ഇന്ത്യയെ തേടി ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ രായ്ക്ക് രാമാനം ഓടിയെത്തുന്ന ഒരു കാലം, അത് പണ്ട് ഒരു 10-15 വർഷം മുമ്പ് ഇന്ത്യക്കാർ സങ്കല്പിച്ചു പോലും കാണില്ല. സകല രാജ്യങ്ങളിലും പോയി നരേന്ദ്രമോദി ചെക്ക് വെക്കുകയാണ് പല കാര്യങ്ങൾക്കും. അടി പിടി ബഹളം ഒന്നുമില്ല, ഒരു കാര്യങ്ങളുമില്ല. അതായത് അടിയുമില്ല, പിടിയുമില്ല. ഇനിയിപ്പോ തല പോകുന്ന കേസാണെങ്കിലും പുള്ളി അത് നയതന്ത്രത്തിലൂടെ മാത്രമേ പരിഹരിക്കുകയുള്ളൂ. നയതന്ത്രമാണ് പുള്ളിയുടെ ബലമെന്ന് പറയുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം വന്നപ്പോഴും മോദി ആണെങ്കിൽ ആശ്ചര്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് നയതന്ത്രത്തിലൂടെ പരിഹരിച്ചുകൂടെ? ഇതെന്തോന്നാണ്, ഒരുപാട് പേര് മരിക്കുന്നു, ബോംബിടുന്നു, അങ്ങനെ ഇടുന്നു, ഇതിലും വലിയ പ്രഹരശേഷി നയതന്ത്രത്തിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദിങ്ങട് നോക്കി, എന്നെ നോക്കി എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ ഖത്തർ അമീറിന്റെ സന്ദർശനവും നരേന്ദ്രമോദിയുടെ ഈ എണ്ണ വ്യാപാരത്തിലുള്ള ആ ഒരു കർമ്മകുശലതയെ കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? ട്രംപ് ഇന്ത്യയിൽ വലിയൊരു നോട്ടമിട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുക്കും. റഷ്യ ആണെങ്കിൽ ഓടിയെത്തിയിട്ടുണ്ട്. റഷ്യ പറയുന്നത് നിങ്ങൾക്ക് ഇനിയും എണ്ണ ഞങ്ങൾ വില കുറച്ച് തരാമെന്നാണ്. ട്രംപ് റഷ്യയെ വെട്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് കയറിയിരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് റഷ്യ റഷ്യയും ഓടി വന്നു ഇന്ത്യയിൽ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും ഞങ്ങൾ വില കുറച്ച് തരാം, ഇനിയും വില കുറച്ച് തരാം എന്ന് പറയുന്നു. എന്ത് തോന്നുന്നു? അതായത് ഈ നരേന്ദ്രമോദി 2014 അധികാരമേറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യാവസായിക രീതി അല്ല നമ്മളുടെ. മുമ്പ് നമ്മൾ എണ്ണയ്ക്ക് വേണ്ടി GCC രാജ്യങ്ങളിലെ ചില പ്രധാന രാജ്യങ്ങളെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ട്, സൗദി പോലുള്ള രാജ്യങ്ങളെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് അതല്ല. 2014 മുതൽ തന്നെ ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ എണ്ണ ചെറിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ GCC രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും അവരിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതായത് ഒരു രാജ്യത്തേക്ക് മാത്രമല്ല നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്, എല്ലാ രാജ്യത്തിലേക്കും. അതായത് അദ്ദേഹം എടുത്ത ഒരു പോളിസി, അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ എവിടെയാണോ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നത്, എന്റെ രാജ്യത്തിന് എവിടെയാണോ ലാഭം കിട്ടുന്നത് അവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങും എന്നൊരു പോളിസിയായിരുന്നു. അതിനുശേഷം ആയുധത്തിന്റെ കാര്യത്തിലായാലും നമ്മള് അമേരിക്കയുമായിട്ട് പിണക്കത്തിലില്ല. പക്ഷെ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മൾ പോകുന്നത്. എന്നാൽ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ഈ 5th ജനറേഷൻ വിമാനമൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ ഈ എഞ്ചിനും മറ്റു ഭാഗങ്ങളും മറ്റത് അമേരിക്ക എന്നാണ്. എന്നാൽ പോലും നമ്മൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് റഷ്യയുമായിട്ട് നമ്മൾ വലിയ ആയുധ കരാർ, ആയുധം വാങ്ങുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രാൻസ് മാക്രോണുമായിട്ട് നമ്മൾ വലിയ ബന്ധം സ്ഥാപിക്കുകയും അവിടെ നിന്ന് നമ്മൾ യുദ്ധവിമാനം വാങ്ങുന്നത്. ട്രംപിന്റെ വലിയ ശത്രുവാണ് ഈ മാക്രോൺ എന്ന് പറയുന്ന അവിടുത്തെ ഫ്രാൻസിന്റെ ഭരണാധികാരി. അങ്ങനെയുള്ള ഒരു കൺസേൺസും നമുക്കില്ല. അതായത് ഇപ്പൊ അമേരിക്കയുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മൾ ആയുധം വാങ്ങും, അമേരിക്കയുടെ കയ്യിൽ നിന്നും നമ്മൾ ആയുധങ്ങൾ വാങ്ങും. എല്ലാവരുടെ കയ്യിൽ നിന്നും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആരെ നമ്മൾ വലുതിനായിട്ട് കാണുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മൾ എവിടെ നിന്നായാലും നമ്മൾ വാങ്ങുമെന്നുള്ളതിന്റെ ഒരു വ്യക്തമായ സന്ദേശമാണ് അത് ഇവിടെ നൽകുന്നത്. ട്രംപിന്റെ വിരോധിയായിട്ടുള്ള മാക്രോണിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. മാക്രോൺ ഒരു പടി കൂടി കടന്ന് ഇന്ത്യയുടെ പിനാക പോലെയുള്ള ഹ്രസ്വ ദൂര മിസൈൽ വാങ്ങാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അത് മറ്റൊരു കാര്യം.
അപ്പോൾ അതിനുശേഷം ആയിരുന്നു നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം. അപ്പൊ മാധ്യമങ്ങളൊക്കെ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 ലക്ഷം കോടിയുടെ എണ്ണ വ്യാപാരം ഇന്ത്യ നടത്തുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏത് രാജ്യത്തിനും വലിയ കണ്ണുണ്ടാകും. കാരണം 11 ലക്ഷം കോടി രൂപ പ്രതിവർഷം എന്ന് പറയുമ്പോൾ ചെറിയ തുകയൊന്നും അല്ലത്. അപ്പോ സ്വാഭാവികമായി അതിനോടൊപ്പം തന്നെ വന്നൊരു വാർത്ത, ഈ LNG യുടെ ഒരു പ്ലാന്റ് വലിയ രീതിയിൽ തന്നെ അമേരിക്കയിൽ വളരെ വേഗത്തിൽ നടക്കുന്നു. അപ്പൊ LNG വലിയ രീതിയിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങും. അപ്പൊ എല്ലാവരും അതിൽ പറഞ്ഞത് ഈ ഖത്തറുമായിട്ടുള്ള ബന്ധം നമ്മൾ പൂർണ്ണമായി നിർത്തുമെന്നുള്ളതാണ്. അത് പറഞ്ഞ് അങ്ങനെ വാർത്തകളൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഖത്തർ അമീർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. പതിവ് തെറ്റിച്ച് നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ ഇന്ത്യ ഈ LNGക്കായിട്ടും അല്ലെങ്കിൽ പാചകവാതകത്തിനായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഖത്തറാണ്. നമ്മുടെ LNG നമുക്ക് കഴിഞ്ഞ വർഷം 2023-24 വർഷം നമുക്ക് ഏതാണ്ട് 8.32 ബില്യൺ ഡോളറിന്റെ ട്രേഡിംഗ് ആണ് നമ്മൾ LNG മാത്രം നടത്തുന്നത്. ഇതിന്റെ പകുതി നടന്നത് ഖത്തറിൽ നിന്നാണ്. ഈ ഒരു തുകയും കൂടെ ഈ ട്രംപ് കാണുന്നുണ്ട്. ഏതായാലും ഇത്രയും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഖത്തറിൽ നിന്ന് ഇത്രയും വാങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്കൊക്കെ വില കൂട്ടി കൊടുത്തപ്പോഴും ഖത്തർ നമുക്ക് വില കൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഖത്തറിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ സേഫാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ഡിമാൻഡ് LNGക്ക് ഉണ്ട്. കാരണം യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഖത്തറിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ്. ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഖത്തറിന് നന്നായി അറിയാം പിന്നെ ഇന്ത്യയാണ് അവരുടെ പ്രധാന വിപണി. ഇപ്പൊ വരുന്നവരൊക്കെ അപ്പുറത്തെ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം വരുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ടൊരു ദീർഘകാലത്തെ ഒരു കരാറുകളാണ് ഇവർ ഒപ്പിട്ടിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നരേന്ദ്രമോദി ട്രംപിന് കൊടുക്കുന്ന വ്യക്തമായ സന്ദേശം, ഞങ്ങൾക്ക് ഈ LNG ഉൾപ്പെടെ ഞങ്ങളുടെ പാചകവാതകം ഉൾപ്പെടെ തരുന്ന ഈ ഒരു ബന്ധം കളയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന്. 2016 നമ്മളൊരു കരാറ് ഖത്തറുമായിട്ട് വെച്ചിരുന്നു. അത് എനിക്ക് 78 ബില്യൺ ഡോളറിന്റെ ഒരു കരാറുണ്ടായിരുന്നു. അത് കൂടാതെ ഖത്തർ നിന്ന് ഒമാൻ വഴി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്ന ഒരു പൈപ്പ് ലൈനിന്റെ പണികൾ നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ഈ വാതകം കൊണ്ടുവരാനുള്ള പൈപ്പ് ലൈനിന്റെ പണി ഇതെല്ലാം നടക്കുന്നുമുണ്ട്. അപ്പോ ഈ 11 ലക്ഷം കോടി രൂപയിൽ ഒരുപക്ഷെ സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ ട്രേഡിങ്ങിന്റെ ഭാഗമായി നമുക്ക് എണ്ണയും മറ്റും എടുക്കേണ്ടതുണ്ട് എങ്കിൽ പോലും, കാരണം അത് എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ആഗോള ഈ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് സ്വാഭാവികമായി നമ്മൾ അവിടെ നിന്ന് വാങ്ങേണ്ടി വരും. എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ വലിയൊരു അളവിലൊന്നും അത് വാങ്ങാൻ പോകുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ ഖത്തർ അമീറിന്റെ വരവോടുകൂടി ട്രംപിന് മോദി നൽകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും അദ്ദേഹം ചെക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ചർച്ചയായി മാറുന്ന F-35 വിമാനങ്ങളുടെ കാര്യമായിരുന്നു. മുമ്പ് മാധ്യമങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യക്ക് ഒരിക്കലും ഇത് അമേരിക്ക നൽകില്ല എന്നുള്ളതാണ് ആയിരുന്നു ഏറ്റവും വലിയ വാർത്ത. അത് ആ ഒരു വാർത്ത വന്ന് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് റഷ്യയിൽ നിന്നൊരു വാർത്ത വന്നു. സ്പുട്നിക് ആയിരുന്നു ആ വാർത്ത ആദ്യം കൊടുത്തു, റഷ്യൻ മാധ്യമം. ഇന്ത്യക്ക് മാത്രമേ ഞങ്ങൾ അത് കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾ ഒരു രാജ്യത്തിന് കൊടുത്തിട്ടുണ്ട്, ആ രാജ്യം ഏതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ അടുത്തത് നൽകാൻ പോകുന്നത് ഇന്ത്യക്കായിരിക്കുമെന്ന് മാത്രമല്ല അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് റഷ്യ അറിയിച്ചു കഴിഞ്ഞു. അതായത് ഈ F-35 കിടപിടിക്കുന്നതാണ് S-57. അവരുടെ പുതിയ ജനറേഷനിലുള്ള 5.5 ജനറേഷനിലുള്ള വിമാനമാണ്. അപ്പോഴെന്ത് പറ്റി? അമേരിക്ക നേരെ മലക്കം പറയുന്നു, S-35 ഇന്ത്യക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി എല്ലാവരും ചെക്കോ നിങ്ങൾ തന്നില്ല വേണ്ട. അതായത് ഇന്ത്യ പറയുന്നില്ല, പകരം ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് ബദലായിട്ട് വാർത്ത ചെയ്യുന്ന റഷ്യൻ മാധ്യമങ്ങളാണ്. ഇപ്പോൾ ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ അമേരിക്കയിലൊപ്പം ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് F-35 തരില്ല. റഷ്യൻ മാധ്യമ സ്പുട്നിക് വാർത്ത വരുന്നു, ഇന്ത്യക്ക് കൊടുക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ബാംഗ്ലൂർ ഇപ്പൊ 2 കൂട്ടരുടെ വിമാനം വന്ന് കിടപ്പുണ്ട്, അവരുടെ ഈ ഇതിന്റെ ഷോയുടെ ഭാഗമായിട്ട്, എയറോ ഷോയുടെ ഭാഗമായിട്ട്. അപ്പം ഖത്തറുമായിട്ട് 1973 മുതലേ ഉള്ള ഇന്ത്യയുടെ ഒരു സൗഹൃദമാണ്. ഒപ്പം തന്നെ ഈ നമ്മളുമായിട്ട് അവർക്ക് ഈ മറ്റേ എന്താ പറയാ കുറ്റവാളികളെ കൈമാറുകയല്ല. അതായത് ഇപ്പൊ ഈ ഖത്തർ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് അവർക്ക് ശേഷിക്കുന്ന കാലയളവിൽ അവരുടെ ശിക്ഷ മാതൃരാജ്യത്തേക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഒരു കരാറും നമ്മളുമായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും എടുത്ത് നമ്മുടെ ബന്ധത്തിന്റെ ഒരു തീവ്രത ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഈ അടുത്ത കാലത്ത് അതിന് ഓർമ്മയുണ്ടോ, നമ്മുടെ രാജ്യത്ത് വലിയ കൊള്ളൊക്കെ സൃഷ്ടിച്ചാണ്. നമ്മുടെ 8 നാവികരെ വധശിക്ഷയ്ക്ക് വിധിച്ചായിരുന്നു ഖത്തറിൽ. വധശിക്ഷയ്ക്ക് വിധിച്ച് കിടന്നവരെ ഈ നരേന്ദ്രമോദിയുടെ ഒരു സൗഹൃദം അന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ നമുക്കറിയാം അറബ് കൺട്രീസിലൊക്കെ അവർ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അത് ഇളവ് കൊടുക്കുന്ന ഒരു പരിപാടി അവർക്കില്ല. ആ 8 പേരെ മോചിപ്പിക്കുന്ന നിലയിലേക്ക് ഖത്തർ മാറുകയും ചെയ്തു. അപ്പൊ ഖത്തറിനെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ ദീർഘകാലത്തേക്കുള്ള ഒരു സുഹൃത്താണ്. കാരണം ഇന്ത്യയെ വിട്ട് അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അവരെ വിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ LNGയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്, പാചകവാതകത്തിന്റെ ഒരു വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്ന് നമുക്ക് ഈ പെട്രോ കെമിക്സിന്റെയുമായാലും
അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് ഒക്കെയാണ് അവിടെ നിന്ന് ഖത്തറിൽ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് നിന്ന് അവിടെ അങ്ങോട്ടേക്ക് പഴവർഗ്ഗങ്ങള്, തുണികള്, അതുപോലെ ഈ തുണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, യന്ത്രങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ധാന്യങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ചെമ്പ്, ഉരുക്ക്, ഇരുമ്പ്, ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പൊ ട്രംപ് ഓടി നടന്ന് ഇപ്പൊ റഷ്യയുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ നടക്കുന്നത്, ഉക്രൈന്റെ. കാരണം ട്രംപിന് അറിയാം നന്നായിട്ട്. കാരണം ഈ ഇന്ത്യ കണക്കുള്ള രാജ്യങ്ങളൊന്നും നമ്പി അധികം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നറിയാം. പ്രത്യേകിച്ച് മോദിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രംപ് വരയ്ക്കുന്ന വരയിലൊന്നും നിൽക്കത്തില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീർത്തു കഴിഞ്ഞാൽ ഖത്തറിനെ ഒരുപാട് ആശ്രയിക്കേണ്ടി വരില്ല യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ഇപ്പൊ ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ഈ പാചകവാതകം ഉൾപ്പെടെയുള്ളത് റഷ്യയിൽ നിന്ന് കിട്ടുന്നില്ല. അത് ബ്ലോക്കായി പോകുന്നതാണ് അവരെ സംബന്ധിച്ച്. അവർക്ക് അടുപ്പ് പോകാത്തൊരു സാഹചര്യമായി. കിട്ടുന്നില്ല എന്നുള്ളതല്ല, കിട്ടുന്നുണ്ട്, അത് പരിമിതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നം. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ ഈ മേഖലയിൽ, മുമ്പ് നമ്മൾ എണ്ണ വാങ്ങിയിരുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ റിഫൈനറികളെ ശുദ്ധീകരിച്ച് നമ്മൾ ആ പെട്രോൾ പലർക്കും വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മളൊരു മെയിൻ ഘടകമായി വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ ഖത്തറുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ഗൾഫ് കൺട്രീസ്, പ്രത്യേകിച്ച് ഈ GCC രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ്. പിന്നെ ഖത്തർ എന്ന് പറയുമ്പോൾ ഈ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് GCC കൺട്രീസിനെ പോലെ അല്ല ഖത്തർ. നമ്മളുമായിട്ട് കുറെ അകലം പാലിച്ചു നിൽക്കുന്ന കാര്യമുണ്ട്. അത് അവരുടെ മതപരമായും ചില നിലപാടുകളുടെ പ്രശ്നങ്ങളാണ്. ഒരു കടുത്ത നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിലായാലും, പാകിസ്ഥാനോടുള്ള ബന്ധത്തിന്റെ പേരിലായാലും, ഹമാസ് ഇസ്രായേൽ വിഷയങ്ങളിലായാലും ഒക്കെ നമ്മളുമായിട്ട് ചേരാത്ത അനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ആ വ്യാപാരത്തിന്റെ കാര്യം വരുമ്പോഴേക്കും ഇതെല്ലാം മാറ്റിവെക്കപ്പെടും. കാരണം രാജ്യങ്ങളെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിന് തന്നെയാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ ബിസിനസ്സിലേക്ക് പോകുമ്പോഴത്തേനും ഇതൊക്കെ ഒരു പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കാശ്മീർ വിഷയമായാലും ഇസ്രായേൽ ഹമാസ് വിഷയമായാലും, കാരണം അത് ഇന്ത്യയോ ഖത്തറിനെ ഒന്നും പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന യാതൊരു വിഷയങ്ങളുമല്ല. അതൊക്കെ ഒരു ചർച്ചയുടെ ഭാഗമായി ചർച്ച ചെയ്യാവുന്നതിൽ കവിഞ്ഞ് അതൊരു സീരിയസ് മാറ്ററേ അല്ല. അതൊക്കെ കൊണ്ടുകൂടി ആകണം ഒരുപക്ഷെ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇത്തവണ ഖത്തർ അമീർ ഇന്ത്യയിൽ എത്തുമ്പോൾ വലിയ ചില കരാറുകൾ കൂടി ഒപ്പുവെക്കുന്നുണ്ട്. കാരണം അവരിവിടെ വലിയ രീതിയിലുള്ള സ്മാർട്ട് സിറ്റി അടക്കം ഇന്ത്യയിൽ വലിയ മുതൽ മുടക്കിന് അവർ തയ്യാറായിരിക്കുകയാണ്. അവരിവിടെ വലിയ മുതൽ മുടക്കിന് അവര് റെഡിയാകും. ഒപ്പം നമ്മുടെ സാങ്കേതിക സംവിധാനത്തിൽ, പ്രത്യേകിച്ച് AI അടക്കമുള്ള സാങ്കേതിക സംവിധാനത്തിൽ പങ്കാളിയാകണം എന്നുള്ള ഒരു കരാർ കൂടി ഒരുപക്ഷെ ഈ ഖത്തർ ഇന്ത്യയുമായി ഒപ്പുവെക്കും. അത് കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ച് ഖത്തറിന്റെ ഏതാണ്ട് 27% ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പ്രവാസികളാണ്. അവിടെ നിന്ന് നമുക്കൊരു നല്ല ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. ഏതാണ്ട് 8 ലക്ഷത്തിന് മുകളിൽ ഉള്ള ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഖത്തർ. അപ്പൊ ഖത്തറുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച, അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴൊക്കെയാണോ ലോകം ഒന്ന് ചിന്തിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നു മോദി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു, ആരും എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇവിടുന്ന് കപ്പൽ പോയി റഷ്യ എണ്ണ കൊണ്ടുവരാനായിട്ട്. അതെ അതെ നമ്മളത് എണ്ണ കൊണ്ടുവന്നു. ഒപ്പം തന്നെ സൗദിയുടെ അടുത്ത് നമ്മൾ പലവട്ടം പറഞ്ഞു വില കുറയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ രൂപയിലേക്ക് നിങ്ങൾ വിനിമയം മാറ്റുന്നത് നടന്നില്ല. അപ്പോഴെന്ത് പറ്റി? റഷ്യയിൽ നമ്മൾ എണ്ണ ഇറക്കാൻ തുടങ്ങി, നൈജീരിയയിൽ നിന്ന് എണ്ണ ഇറക്കാൻ തുടങ്ങി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കാൻ തുടങ്ങി. എന്തിനേറെ UAE യെസ് നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു, ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും നമ്മൾ കൂടുതൽ എണ്ണ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഖത്തർ വരുന്നതിന് നമുക്ക് കുറച്ചുകൂടെ ട്രേഡിംഗ് നടക്കാൻ പോകുന്നു. ചബ്ബാർ തുറമുഖത്തിന്റെ ആ വർക്ക് പുരോഗമിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇറാനിൽ നിന്നും കൂടുതൽ ഈ പ്രകൃതിവാതകവും എണ്ണയും വാങ്ങാനുള്ള നീക്കത്തിലാണ് നമ്മൾ നടക്കുന്നത്. കാരണം അവരും വില കുറച്ച് തരാൻ തയ്യാറാകുകയാണ്. കാരണം നമ്മൾ നമ്മുടെ പോളിസി ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വില കുറച്ച് എവിടുന്ന് കിട്ടുന്നു അതെല്ലാം ഞങ്ങൾ വാങ്ങും, അത് ഏത് രാജ്യമാണെന്ന് ഞങ്ങൾ നോക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം തലക്കെട്ട് 11 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയുടെ എണ്ണ ബിസിനസ് മുഴുവൻ അമേരിക്കയ്ക്ക് ക്ലിയർ എഴുതി കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ എഴുതി കൊടുക്കുന്നില്ല എന്നുള്ളത് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ആ എയർപോർട്ടിലെ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മനസ്സിലാകും. 1 ഇഞ്ച് പോലും ക്ലിയർ എഴുതി കൊടുക്കുന്നില്ല എന്നുള്ളത്. ഒരുപക്ഷെ ഈ 11 ലക്ഷം കോടി രൂപയിൽ നിന്ന് ആയിട്ടുള്ള ഒരു ചെറിയ വിഹിതം മാത്രം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോകും. അമേരിക്ക ആ രീതിയിലൊന്നും ഇന്ത്യ കാണുന്നുമില്ല. ഞങ്ങൾ പറയുന്നത് കണക്ക് ഇന്ത്യ കേൾക്കുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യ മുമ്പോട്ട് പോകുമെന്നോ ഇന്ത്യ കരുതുന്നുമില്ല. ഇവിടെയാണ് ഈ ഒരു കാര്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മോദി ഈ ചെസ് കളി പോലെയാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഓരോ നീക്കമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു കരു നീക്കിയാൽ അതിനപ്പുറത്തേക്ക് ഒരു കരു ഇറക്കി അതിനെ വെട്ടുക ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ട്രംപും നമ്മുടെ ഈ നമ്മുടെ മാക്രോൺ തമ്മിലുള്ള ഉടക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ ശത്രുതയുള്ള രാജ്യമാണ്. അവിടെ പോയിട്ടാണ് മോദി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഇതൊക്കെ ഒരു പരോക്ഷ സൂചനയാണ്. നിങ്ങളെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിംഗ് ഉണ്ടല്ലോ. നമുക്കും അമേരിക്കയെ വിട്ട് നിൽക്കാൻ പറ്റില്ല, അവർക്ക് നമ്മളെ വിട്ട് നിൽക്കാൻ പറ്റില്ല. ട്രേഡിംഗും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരിടത്ത് മാത്രം ലോക പോലീസായിട്ട് നിൽക്കാൻ ആർക്കും കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇത് മൂലം നൽകുന്നത്. ഏതായാലും
ഗൾഫ് കൺട്രീസുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്കാണ് ഇന്ത്യ കുറെ കാലമായിട്ട്. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കയറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സന്ദർശിച്ചത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് അറബ് ഉം, കൺട്രീസിലാണ്. അതിനകത്ത് ഏറിയ പങ്കും രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഈ പരമോന്നത സിവിലിയൻ ബഹുമതി എല്ലാം പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട്. ഇപ്പൊ ഈ അതെ. ഖത്തർ അമീർ ഇപ്പൊ ഈ നമ്മുടെ രാജ്യത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു 2ാം തവണയാണെന്ന് തോന്നുന്നു. നരേന്ദ്രമോദി ഒരു തവണ പോയിട്ടുണ്ട്, ഒരു തവണ എസ് ജയശങ്കർ പോയി. എനിക്ക് കഴിഞ്ഞ വർഷമാണ് എസ് ജയശങ്കർ അവിടെ പോയിരുന്നത്. അപ്പൊ വലിയ പ്രൊജക്ടുകളുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഖത്തറുമായിട്ട് നമ്മൾ ഈ ഊർജ്ജ മേഖലയിൽ എന്ത് കരാറുകൾ ഒപ്പിടുമെന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതൊക്കെ 5 വർഷത്തേക്കൂടെ മതിയോ അതോ ഇനി നീട്ടുമോ എന്നുള്ള ഇത് നിലവിലത്തെ സാഹചര്യത്തിൽ ആ കരാറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴും, അതായത് പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഖത്തർ നമ്മുടെ കാര്യത്തിൽ വില കൂട്ടിയിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമായ കാര്യം. ഉം, ഇപ്പോഴും നമ്മുടെ LNGയുടെ കാര്യത്തിൽ 48 to 50% നൽകുന്നതും ഖത്തറാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അവരുമായിട്ടുള്ള ട്രേഡിങ്. ഇന്ത്യ നോക്കുന്നത് എപ്പോഴും വലിയ രാജ്യങ്ങളെയല്ല, ചെറിയ രാജ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മേഖലയിലെ ഒരു പവർ ആകുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആസിയൻ രാജ്യങ്ങളുമായിട്ട് ഇപ്പൊ നല്ല ബന്ധമാണ്. മലേഷ്യ ആയാലും സിംഗപ്പൂർ ആയാലും അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട്. അതായത് ചെറിയ രാജ്യങ്ങളിൽ കൂടെ കച്ചവടം, കാരണം അവരുടെ കച്ചവടവും നടക്കും, നമ്മുടെ കാര്യങ്ങളും മുൻപോട്ട് പോകും. അതായത് ഇപ്പൊ ഇറക്കുമതി നികുതി ആയാലും മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ ചെറിയ രാജ്യങ്ങളെ കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോകും. കാരണം ചെറിയ രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നയമല്ല ഇന്ത്യ ഉള്ളത്. നമ്മൾ അവിടെ നിന്നും കൂടി ഇങ്ങോട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഉം, കുറെ കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയ്ക്ക് കൃത്യമായി തന്നെ ഒരു മറുപടി തന്നെയാണ് നരേന്ദ്രമോദി പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഞങ്ങളുടെ ഈ ഇത്രയും കോടി രൂപയുടെ ബിസിനസ് ഞങ്ങൾക്ക് ഈ എണ്ണ വാങ്ങുന്നതിൽ, അല്ലെങ്കിൽ എണ്ണ, പ്രകൃതിവാതകം, LNG അടക്കം വാങ്ങുന്നതിൽ ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അത് എല്ലാം നിങ്ങൾക്ക് തരാനുള്ളതല്ല. ഞങ്ങൾക്ക് ഇങ്ങനെയും ചില ആളുകൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, അവരൊക്കെ ഞങ്ങൾക്ക് വില കുറച്ച് തരുന്നുണ്ട്, അവരുടെ നിന്ന് ഞങ്ങൾ വാങ്ങുന്നുണ്ട് എന്ന് കാണിക്കാൻ. ഒപ്പം തന്നെ അത് വേറൊരു ശ്രദ്ധേയമായ കാര്യം, ഇപ്പൊ ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്തുന്നതിനെ കുറിച്ച് പല മാധ്യമങ്ങളിലും എഴുതാറുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് അതെ. യോജിക്കുന്ന ഒരാളാണ്. അമേരിക്ക അങ്ങനെ താരിഫ് ചുമത്തണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വലിയ രീതിയിൽ താരിഫ് ചുമത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനികൾക്കൊക്കെ അറിയാൻ കഴിയും. ഈ ജാക്ക് ഡാനിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ ബ്രാൻഡി ഉണ്ട്, അതെ. അതെ. അമേരിക്കൻ മദ്യം. അതിന് 150% നികുതിയാണ് നമ്മുടെ രാജ്യം ഈടാക്കുന്നത് അമേരിക്കയുടെ ഉൽപ്പന്നം ഇവിടെ വരുമ്പോൾ. അപ്പൊ സ്വാഭാവികമായി ട്രംപ് ഞങ്ങൾ അത്ര നികുതി ചുമത്തി ഞങ്ങളും ചുമത്തുമെന്ന് പറഞ്ഞു പോയതിൽ തെറ്റ് പറയാനില്ല. ഇപ്പൊ പക്ഷെ 50% നികുതി നമ്മൾ കുറച്ചിട്ടുണ്ട്, എന്നാലും 100%. അങ്ങനെ പല ഉൽപ്പന്നങ്ങളും. അപ്പൊ അതിന്റെ ഒരു ബദലായിട്ടാണ് അത് ചെയ്തത്. കാരണം ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയാണ് ഫസ്റ്റ് അവിടെ നേട്ടം ഉണ്ടാക്കുകയാണ്. ഏതായാലും ഇത് വലിയ ഒരു നീക്കം തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ലോകത്തിന് മോദി മറുപടി നൽകുകയാണ്. അദ്ദേഹം നേരിട്ട് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ മറുപടി നൽകുകയാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതായാലും ഇനിയിപ്പോ ഉടനെ ഒന്നും ആ ഒരു വാർത്തയ്ക്ക് വലിയ സ്കോപ്പ് ഇല്ല. ഏതാ 11 ലക്ഷം കോടി രൂപയുടെ എണ്ണ ബിസിനസ് അമേരിക്കയ്ക്ക് പോകുമെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയേ ഇല്ല. റഷ്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇനിയും വില കുറച്ച് തരും. ഇപ്പൊ ഇവരുടെ കരാർ മുമ്പോട്ട് പോകത്തുള്ളൂ. കാരണം ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് വില കുറച്ച് തന്നിട്ടുള്ളതാണ്. ഇതിന്റെ കൺസെപ്ഷൻ നമുക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഇത് പറയുന്ന ഖത്തറിനെ കണക്കുള്ള രാജ്യങ്ങളുമായിട്ട് ഇതിലേക്ക് പോകാൻ കഴിയും. ഒപ്പം തന്നെ ഖത്തറിനും ഇന്ത്യ കണക്കുള്ള രാജ്യം ഇപ്പോഴും നിർണായകമാണ്. കാരണം ഇന്ന് ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യം എന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രൊഡക്റ്റുകളായാലും ഇന്ത്യൻ മിഷണറികളായാലും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അവർ വിശ്വസ്തരായിരിക്കും, ഞങ്ങളെ ചതിക്കില്ല, ഇല്ലെങ്കിൽ ഞങ്ങളെ ഇപ്പൊ ചൈനയെ പോലെയല്ല, ചതിക്കില്ല, ഇല്ലെങ്കിൽ ഞങ്ങളെ ട്രാപ്പിലാക്കില്ല എന്നുണ്ട്. ഏതായാലും ഇതൊരു വലിയ നേട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ, മലയാളികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ. പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള, കാരണം പ്രവാസി ഇൻകം തന്നെ നമുക്ക് വലിയ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഖത്തറും ഇന്ത്യയിലെ അനവധി ബിസിനസ്സുകൾക്ക് പണം മുടക്കാനായിട്ടുള്ള കരാറുകൾ അവർ നേരത്തെ ഒപ്പിട്ടിരുന്നതാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി വിപുലീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ. എന്തായാലും ഒമാൻ ഇപ്പോൾ വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇന്നത്തെ നടക്കുന്ന ചർച്ച നിർണായകമാണ്. എന്താണ് അതിനകത്ത് സംസാരിക്കാൻ പോകുന്നതെന്നാണ് ചേട്ടൻ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. ആ കരാർ അതുപോലെ തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യ എത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഭാഗത്ത് ഇന്ത്യ നിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയിലെ ട്രംപ് വളരെ വലിയ നീക്കങ്ങളാണ്. കാരണം ട്രംപ് പത്രസമ്മേളനത്തിൽ അങ്ങ് നരേന്ദ്രമോദിയെ സൈഡിൽ നിർത്തി അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു, ഞങ്ങൾ ഇതാ കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ. എന്നിട്ടാണ് ട്രംപ് പറഞ്ഞത് നെഗോഷിയേറ്ററാണ്, എന്നെക്കാട്ടിൽ വലിയ നെഗോഷിയേറ്ററാണ്. അപ്പൊ മോദി ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും അത് ട്രംപിന്റെ വലിയൊരു ബുദ്ധിയായിരുന്നു, പത്രസമ്മേളനം വിളിച്ച് ഈ സൈഡിൽ നിർത്തി ഈ കാര്യം അങ്ങ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. എന്തായാലും അതിന് പിറകെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഖത്തർ അമീർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ബാക്കി ചർച്ച കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ അറിയാൻ സാധിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.